ഇന്ത്യയുടെ ഐക്യത്തെ തകർക്കുന്ന ഒന്നായിട്ട് മതേതരത്വം മാറിത്തീരുന്നുണ്ട്. ഇത് നമ്മൾ നിരന്തരം ചോദിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ക്രിസ്ത്യാനി ക്രിസ്ത്യനാണ് ഞാനെന്ന ഐഡന്റിറ്റിയിൽ ഉറച്ചു നിൽക്കുന്നു. മുസ്ലിം മുസ്ലിമാണ് ഞാനെന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റിയിൽ ഉറച്ചു നിൽക്കുന്നു. ഹിന്ദുവും അതുപോലെ ചെയ്യുന്നു. ഇങ്ങനെ എല്ലാവരും അവരുടെ മതപരമായ ഐഡന്റിറ്റിയിൽ മാത്രം ഉറച്ചു നിൽക്കുമ്പോൾ ഇന്ത്യ സ്വാഭാവികമായിട്ടും വരും വർഷങ്ങളിൽ വിഭജിക്കപ്പെടില്ലേ എന്നുള്ള ആശങ്ക പലരും ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു മതനിരപേക്ഷത നിലനിർത്താനായിട്ട് എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യാൻ സാധിക്കുക? അതിനേക്കാൾ ഉപരി ആരാണ് ഈ മതനിരപേക്ഷതയ്ക്ക് യഥാർത്ഥത്തിൽ വെല്ലുവിളി സൃഷ്ടിക്കുന്നത്? ആരാണത്? താങ്കൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ടോ. ഒന്ന്, നമ്മുടെ ഐഡൻറ്റിറ്റി, സ്വത്വം, അത് കണ്ടെത്താൻ പല മാർഗങ്ങളുണ്ട്. നല്ല സ്പോർട്സ് താരമാണ്. ഇപ്പോൾ തെണ്ടുൽക്കർ ആണെങ്കിൽ, വൈഭവ് ആണെങ്കിൽ അവർ ക്രിക്കറ്റാണ് ഐഡൻറ്റിറ്റി കണ്ടെത്തുന്നത്. അങ്ങനെ അതിനേക്കാൾ അത്ര ഐഡൻറ്റിറ്റി കണ്ടെത്താൻ, കാര്യമായ മറ്റ് ഐഡൻറ്റിറ്റികൾ കണ്ടെത്താൻ പറ്റാതെ വരുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഏറ്റവും എളുപ്പമാർഗം ഞാനൊരു നായരാണ്, അല്ലെങ്കിൽ മറ്റൊരാൾ ഈഴവനാണ്, അല്ലെങ്കിൽ മുസ്ലിമാണ്, ക്രിസ്ത്യാനാണ്. അത്തരം ഐഡൻറ്റിറ്റി, കുടുംബം, ജന്മനാ ഉള്ള ഐഡൻറ്റിറ്റി, അച്ഛൻ അമ്മ ഇന്ന ജാതിയിൽപ്പെട്ടവർ അല്ലെങ്കിൽ ഇന്ന മതത്തിൽപ്പെട്ടവർ, അതുകൊണ്ട് ഞാനും ആ മതത്തിൽപ്പെട്ട ആ ഐഡൻറ്റിറ്റിയാണ് നോക്കുന്നത്. പക്ഷേ ഇത് ആ ഐഡൻറ്റിറ്റി തർക്കം ഉണ്ടാവും. ഏത് ഐഡൻറ്റിറ്റിയാണ് വലുത്, ഇൻഫ്ലുവൻഷ്യൽ. ആ തർക്കം വരുമ്പോഴാണ് ഇവിടെ മതേതരത്വത്തിൻ്റെ പ്രശ്നം വരുന്നത്. ഇവിടെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യ എന്നുള്ള രാജ്യത്തിന് കിട്ടിയ മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ മതേതര കൺസെപ്റ്റ് ഇന്ത്യയിൽ, അത് ഗാന്ധി പ്രത്യേകിച്ചും, ഗാന്ധി പ്രാർത്ഥന ഉണ്ടായിരുന്നു, ഹേറാം വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം മരിച്ചത്. ഇതെല്ലാം ചെയ്യുമ്പോൾ പോലും അദ്ദേഹം മതേതര കൺസെപ്റ്റിൽ ഉറച്ചു നിന്നിരുന്നു. രണ്ടാമത്തെ കാര്യം, പൊതുരംഗത്ത് മതത്തിന് എത്രമാത്രം സ്ഥാനമുണ്ടെന്ന് തീരുമാനിക്കാൻ ആരും തയ്യാറായിട്ടില്ല. ഒരു പള്ളിയിൽ പെരുന്നാൾ നടക്കുമ്പോൾ, ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ, അല്ലെങ്കിൽ അതുപോലെ ആചാരങ്ങൾ ശക്തിപ്രകടനമായിട്ട് മാറുകയാണ്. ആചാരങ്ങൾ ശക്തിപ്രകടനമായിട്ട് മാറുന്നതനുസരിച്ച് ഈ മതങ്ങൾ തമ്മിലുള്ള സംഘർഷം കൂടുമ്പോൾ അവസാനം എല്ലാം മറന്ന് ഏറ്റവും കൂടുതൽ തീവ്രമായ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത ഈ കാര്യങ്ങളിൽ ഉണ്ടാകുകയാണ്. ഞാനൊരു ചെറിയ ഇപ്പം ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ഉടനെ തന്നെ നടന്ന ഒരു പോയിന്റിൽ നമുക്ക് പുറകോട്ട് പോകാം. സംഘർഷം ഉണ്ടാക്കണമെങ്കിൽ ആർക്കും എപ്പോഴും സാധിക്കും. അതിൽ ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്നത് ഉത്തർപ്രദേശിൽ ഫിറോസ്പൂരിലാന്ന് തോന്നുന്നു. ഇദ്ദേഹം നമ്മുടെ RSSന്റെ സർവ്വസഞ്ചാലക് മോഹൻ ഭഗത്ത് സൗവർണിക എന്നുള്ള ന്യൂഡൽഹി സൗവർണിക ട്രെയിനിൽ വരുന്ന വഴിക്ക് എവിടെയോ ചേറ് കിട്ടി. വധശ്രമമായിരുന്നു. താങ്കളാ പറയുന്ന വാചകമാണ് ഇതിൻ്റെ അകത്ത് ട്വിസ്റ്റ്. ഇദ്ദേഹത്തിന് ഏറ് കിട്ടി. ഇദ്ദേഹത്തിന് ഏറ് കിട്ടുന്ന ആ ട്രെയിനിൻ്റെ ഗ്ലാസിൻ്റെ ചില്ല് വരെ പൊട്ടി. സൈഡിലെങ്ങനെ ചിലപ്പം ഇരുന്നിരുന്നെങ്കിൽ, അല്ല ആ റേഞ്ചിലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഏറ് കിട്ടുമായിരുന്നു, വേണം പറയാം നമുക്ക്. പക്ഷെ അത് ഇവിടെയൊക്കെ പിള്ളേർ ട്രെയിൻ അറിയുന്നവരുണ്ട്. കൊച്ചു പിള്ളേർ. ഇവിടെ വന്ദേ ഭാരത് ഉണ്ടല്ലോ, ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കും. അല്ലെ, ഇതിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്നത് കാണുമ്പോൾ ചിലവർക്ക് കണ്ണുകടി ഉണ്ടാവുന്നുണ്ട്. ആ കണ്ണുകടി ഉണ്ടാകുന്നവരാരാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ചോദ്യം. അത് നമുക്കറിയില്ല. ഇതിനിടയിൽ ഒരു ആരാണെന്നുള്ളതിനേക്കാൾ എന്താണ് അടിസ്ഥാനം? അല്ല, അവര് ഇങ്ങനെ കല്ലെറിയ എന്നുള്ളത് എന്താണ് ഇവരുടെ അടിസ്ഥാനം? വന്ദേ ഭാരത് നല്ല മനോഹരമായിട്ട് ചീറിപ്പാഞ്ഞു പോകുന്നു. അതിൻ്റെ ഉള്ളിൽ AC-യിൽ വളരെ സുഖ സൗകര്യത്തോടു കൂടി ജനങ്ങൾ ഇരുന്ന് പോകുന്നത് കാണുമ്പോൾ ഒരു ചൊറിച്ചൽ, ഒരു കണ്ണുകടി ചില ആളുകൾക്ക്, നേരെ ഒരു കല്ലെടുത്തെറിയും. ഇങ്ങനെയുള്ള ആളുകളെ ഉടനടി പിടികൂടിയിട്ട് രാജ്യത്ത് നിന്ന് ചവിട്ടി പുറത്താക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സർക്കാർ ചെയ്യേണ്ടത്. എന്താണ് അവരുടെ മനോഭാവം എന്ന് യഥാർത്ഥത്തിൽ തിരിച്ചറിയണം. ഇത്തരത്തിൽ മനോഭാവമുള്ള ഒരു വൃത്തികെട്ടവനാണ് ഈ മോഹൻ ഭാഗവത് സഞ്ചരിച്ചിരുന്ന ആ ട്രെയിനിന് നേരെയും കല്ലെറിഞ്ഞത്. ആ ജനൽ ചില്ലൊക്കെ പൊട്ടി. ഇപ്പോ ഇതിനിടയിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി, എറണാകുളത്ത് പഠിക്കുന്ന ഒരു പെൺകുട്ടി, BCom എന്തോ പഠിക്കുന്ന ഒരു പെൺകുട്ടി, വടകരയാണ് വീട്, രാത്രി ട്രെയിനിൽ നിന്ന് വൈകിട്ട് കയറിയതാണ്. ജനറൽ കമ്പാർട്ട്മെന്റിലാണ് ഇരുന്നത്, സൈഡിലാണ് ഇരുന്നത്. നേരെ വന്ന് കല്ലേറ് കൊണ്ടിട്ട് ഈ ജോയിന്റ്, താടിയുടെ ജോയിന്റ് പൊട്ടിപ്പോയിട്ട് വലിയ ഓപ്പറേഷനും പരിപാടിയും കാര്യങ്ങളൊക്കെ പോയി. അപ്പൊ ഇങ്ങനെയുള്ള കുറെ നികൃഷ്ട ജീവികൾ, ഇവരെ ഉടനടി പിടികൂടുക, വന്ധ്യന്തീകരിച്ചിട്ട് എന്ത് ചെയ്യണം? നാട് കടത്തുക അല്ലെങ്കിൽ രാജ്യം കടത്തുകയാണ് വേണ്ടത്. അല്ല, അതില്
ഞാൻ ആ ഒരു കാര്യത്തിൽ മതപരമായ ചില കാര്യങ്ങൾ ചില മതങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു തീവ്രവാദ സ്വഭാവം കാണിക്കുന്നവർക്ക് അത് ചെയ്യാം. അതുപോലെ തന്നെ ഈ ട്രെയിനിട്ട് കല്ലെറിയുക എന്നുള്ളൊരു പാഷനായിട്ട് എടുത്തിരിക്കുന്ന ഒത്തിരി പേര് അത് ഞാൻ ചെറുപ്രായത്തിൽ ഓടുന്ന ബസ്സിനിട്ടും ട്രെയിനിട്ടും ഒക്കെ കല്ലെറിഞ്ഞിട്ട് നമ്മൾ മാറി നോക്കും. എറിയാനായിട്ട് ദൂരെ കുന്നിൻ്റെ പുറത്ത് കയറി നിൽക്കും. ആരെ ഉദ്ദേശിക്കണം എന്ന് വെച്ചാൽ. പിന്നെ രണ്ടാമത് വേറൊരു റീസണുണ്ട്. ഇപ്പം എറണാകുളം സൗത്തിൽ നിന്ന് കോട്ടയത്തേക്ക് പോകുന്ന ഭാഗത്തിന് പോകുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് വരുമ്പോൾ മിക്കവാറും ട്രെയിനിട്ട് ഏറ് കിട്ടും. അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്താണ്, ഷട്ടിൽ ട്രെയിനാണ്. പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. പോയി അവിടെ മതത്തിൻ്റെ ഒന്നും പ്രശ്നമില്ല. അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ട്രെയിനിൽ ഇരിക്കുന്ന ചില യാത്രക്കാർ, വന്ദേ ഭാരതിൽ ആ പ്രശ്നം വരുന്നില്ല, AC ആണ്, ഡോറൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്, അനാവശ്യങ്ങൾ കാണിക്കും. ഈ അവിടെ വഴി പെണ്ണുങ്ങൾ തേക്കാൻ ഈ റെയിൽവേ സ്റ്റേഷൻ ലൈനിൻ്റെ ചേർന്ന് ചില പൈപ്പൊക്കെ ഉണ്ട്, അവിടെ വന്ന് വെള്ളം എടുത്ത് കുളിക്കാനും തേക്കാനും ഒക്കെ കിട്ടുന്ന പെണ്ണുങ്ങളുണ്ട്. ആ വാശിക്ക് അവിടെ ഒരു ആണുങ്ങൾ വരുമ്പോൾ കിട്ടുന്ന ട്രെയിനിട്ട് എറിയും. നമ്മളാണ് സൈഡിൽ ഇരിക്കുന്നത്, നമുക്ക് ഇട്ട് കൂടും. ഇത് അങ്ങനെയല്ല. ഇത് ഒന്നുകിൽ പർപ്പസ്ഫുൾ ആയിട്ട് മോഹൻ ഭഗത് ഇന്ന ട്രെയിനിൽ വരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞായിരിക്കണം. പക്ഷെ മോഹൻ ഭഗത് വരുന്നുണ്ടോ അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇഷ്ടം പോലെ. പക്ഷെ എന്നാൽ പോലും ഈ ട്രെയിൻ എന്ന് പറയുന്നത് ദേശീയ സമ്പത്താണെന്നും അത് ഇന്ത്യയുടെ പ്രൈഡാണ്, വന്ദേ ഭാരത് തുടങ്ങിയ ട്രെയിനുകൾ ആണെന്നും അറിഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ഈ വളർച്ച ഇഷ്ടപ്പെടാത്ത, മാനസികമായി വളർന്ന ചില വിഭവമാണ്. ഇഷ്ടപ്പെടാത്തവരുണ്ട് തീർച്ചയായിട്ടും. അവരും ഈ കൊടുത്ത് കൂടും, അവരും ഇതിന്റെ ഭാഗമാകും. കാരണം എറിഞ്ഞതാരാ? പിള്ളേരെറിഞ്ഞു. ഇന്ത്യയുടെ വളർച്ച ഇഷ്ടപ്പെടാത്ത ഇന്ത്യയിൽ നിൽക്കുന്ന ആളുകളെ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ, നമ്മൾ ചിലപ്പം ചില വീഡിയോസോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇന്ത്യ കുതിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യ പല രീതിയിലുള്ള നേട്ടങ്ങൾ കൊയ്യുന്നു എന്ന് പറയുമ്പോൾ കണ്ണുകടി ഉണ്ടാകുന്ന കുറേയധികം ആളുകളുണ്ട്. ഇവരെ ഒരു നിമിഷം കൂടാതെ പിടികൂടിയിട്ട് രാജ്യവിരുദ്ധരായിട്ട് മുദ്ര കുത്തിയിട്ട് രാജ്യത്ത് നിന്ന് വെളിയിലാക്കുകയാണ് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം വ്യക്തിപരമായി. അതിൽ വേറൊരു വശം, കാരണം ഇത്തരത്തിലുള്ള എന്താണ് വന്ദേ ഭാരത കല്ലെറിയുന്ന നെറികെട്ടവന്മാര് രൂപപ്പെടുന്നേ സാർ, ഇത്തരത്തിലുള്ള ഇന്ത്യയെ അനുകൂലിക്കാത്ത ആളുകൾ കുറേയധികം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആരാണ് മതനിരപേക്ഷതയുടെ യഥാർത്ഥ ശത്രുക്കൾ, ആരാണ് ഇന്ത്യയുടെ ഐക്യത്തെ തകർക്കുന്നത്, അതിങ്ങനെയുള്ള ആളുകളാണ്. അല്ലേ? അതിന്റെ പ്രശ്നം എന്താ? അതിന്റെ കാരണം, തകർക്കുന്നവര് മതം, അതിൻ്റെ ആന്തരിക കണ്ടന്റ് എന്താണ്, അതിൻ്റെ ഉദ്ദേശം എന്താണ്, മതസ്ഥാപനങ്ങൾ ഉണ്ടായത് എങ്ങനെയാണ്, മതം തന്നെ ഉണ്ടായ വേറൊരു ഇത് വന്നത് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ആലോചിക്കുകയോ, മനുഷ്യ സ്നേഹത്തെക്കുറിച്ച് മാത്രം പറയുന്നതാണ് മതങ്ങളെല്ലാം. പുറമേ പറയുമ്പോൾ അല്ലേ, പുറമേ പറയുമ്പോൾ എല്ലാവരും മനുഷ്യ സ്നേഹം പറയുന്നത്. പക്ഷേ ആ സ്റ്റേജ് കഴിഞ്ഞ് ഇത് പരസ്പരമുള്ള മത്സരം, ഏത് ഹിന്ദു മതത്തിൽപ്പെട്ടവനാണോ മത്സരിക്കുന്നത്, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുമ്പോൾ ഏത് ക്ലബിൽ ഏത് നമ്മളൊക്കെ ഉണ്ട്, ഏത് കളിക്കാരെ കൂടുതൽ. മുഹമ്മദ് അൻസ് കേൾക്കുമ്പോൾ ഒരു അലർജിയാണ്. മുഹമ്മദ് മോഹൻ ബഗാനുമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ടീം. മോഹൻ ബാഗൻ മോഹൻ ബാഗൻ ടീമുണ്ട്, ഫുട്ബോൾ ടീം. അത് ഹിന്ദുക്കളുടെ ടീമായിട്ടും മുഹമ്മദിനെ ഇസ്ലാം, രണ്ടു കൂട്ടത്തിൽ ഇഷ്ടം പോലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മാറി മാറി കളിക്കുന്നുണ്ട്. എന്നാൽ പോലും അതങ്ങനെ ചിത്രീകരിക്കുന്നതിൽ താല്പര്യമുള്ളൊരു വിഭാഗം ഉണ്ടായിരുന്നു. അത് പിന്നെ വന്ന രണ്ടാമത്തെ കാര്യം, മതം എന്ന് പറയുന്നതിനെ ഉപയോഗിക്കാൻ തുടങ്ങിയത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ, തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാനുള്ള ഏറ്റവും എളുപ്പ വഴിയായിട്ട് ഏതെങ്കിലും മതത്തിന്റെ പക്ഷം പിടിച്ചാൽ മതി, അല്ലെ ജാതിയുടെ പക്ഷം പിടിച്ചാൽ മതി. കേരളത്തിൽ ജാതിയാണ്, മറ്റു ഉത്തരേന്ത്യ ചെയ്യുമ്പോൾ മതമാകും. അപ്പോൾ അങ്ങനെ അതിനെ മതത്തെയും ജാതിയെയും വോട്ടിനുള്ള, ഇപ്പോൾ കേരളത്തിലെ UDFന്റെ അടിത്തറ എന്ന് പറഞ്ഞ കോമ്പിനേഷൻ ഓഫ് മുസ്ലിം ക്രിസ്ത്യൻ നോമിനേഷൻ പ്ലസ് കുറച്ച് സവർണ ഹിന്ദുക്കളും കൂടെ ചേരുമ്പോൾ ഇത് UDF ആയി. LDFിൽ ഹിന്ദു പോപ്പുലേഷനാണ് കൂടുതൽ, ഈഴവ പോപ്പുലേഷനാണ് കൂടുതൽ. ഇത് നാളെ ഇതൊരു ഐഡന്റിറ്റി ആയിട്ട് എടുത്തിട്ട് CPMന്റെ ഐഡന്റിറ്റി ആയിട്ട് ഈഴവരെയും ഇതിന്റെ ഐഡന്റിറ്റി ആയിട്ട് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളെ UDFന്റെ എടുത്തു കഴിയുമ്പോൾ ഇവിടെ ഇലക്ഷൻ തന്നെ സംഘർഷമാകുക. അവിടെ സെക്യുലർസ് ഇല്ലാതായി. അത് നമ്മൾ സമ്മതിക്കില്ല. ഇവിടെ ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മളെ നയിക്കുന്ന പാർട്ടികളോ ഏതെങ്കിലും സമയത്ത് ജാതീയമായ ഒരു അടിസ്ഥാനം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ആ രാജ്യത്ത് സെക്യുലർസ് ഇല്ല. എന്നിട്ട് അവരായിരിക്കും ഏറ്റവും കൂടുതൽ സെക്യുലർസിനെ പറ്റി പറയുന്നത്. ഇപ്പോൾ നമ്മൾ തൊട്ടടുത്ത് രാജ്യം, നമ്മൾ ഇന്ത്യ മാത്രം ഇങ്ങനെ വലിയ അത്ഭുതം പലർക്കും. യൂറോപ്പ് എക്സെപ്ഷൻ, ഇന്ത്യ എങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു. അതിനൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയ ഒത്തിരി രാജ്യങ്ങളുണ്ട്, ഇഷ്ടം പോലെ രാജ്യങ്ങൾ. എവിടെ പോയില്ല. പാകിസ്ഥാന്റെ സ്ഥിതി ഒന്ന് ആലോചിക്ക്, ബംഗ്ലാദേശിന്റെ സ്ഥിതി ഒന്ന് ആലോചിക്ക്, അഫ്ഗാനിസ്ഥാന്റെ സ്ഥിതി ഒന്ന് ആലോചിക്ക്, ഇപ്പൊ ലെബനോന്റെ സ്ഥിതി ഒന്ന് ആലോചിക്ക്, സിറിയയുടെ സ്ഥിതി ഒന്ന് ആലോചിക്ക്. എത്ര രാജ്യങ്ങൾ. എന്റെ ഇന്ത്യ മാത്രം ഇങ്ങനെ നിൽക്കുന്നത്? ഇന്ത്യ നിൽക്കുന്നതിന്റെ അടിസ്ഥാനം വലിയ ആയുധ ശക്തിയും സാമ്പത്തിക സ്ഥിതി ഒന്നും ഇന്ത്യക്കില്ല. മറ്റു യൂറോപ്യൻ രാജ്യങ്ങളായിട്ട് ഒന്നുമില്ല. എന്നാൽ പോലും ഇന്ത്യയിൽ താരതമ്യേന
ശാന്തതയുണ്ട്. അത് കളഞ്ഞെങ്കിൽ മാത്രമേ ഇന്ത്യയെ തകർക്കാൻ പറ്റുള്ളൂ. ആ ശാന്തത കളയാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ആര് കൂട്ടുനിന്നാലും അത് ഇന്ത്യയുടെ ശത്രുക്കളാണ്. അത് മുസ്ലിം ഇസ്ലാം നിന്നാലും ഇവർ നിന്നാലും ഹിന്ദുക്കൾ നിന്നാലും ശത്രുക്കൾ. ഇപ്പോൾ ഇസ്ലാമിനെ പറ്റി കുഴപ്പം തന്നെ, ഇവിടെ നമ്മൾ ഹിന്ദുക്കൾ തമ്മിൽ അങ്ങനെ തമ്മിത്തല്ലില്ല. എല്ലാ ജാതിയുണ്ട്, പക്ഷേ ഈ വളരെ ചുരുക്കം 1-2 ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നാണ്. പക്ഷേ ഇസ്ലാമിൻ്റെ അവിടുത്തെ അങ്ങോട്ട് ചെന്നാലോ ഷിയയും സുന്നിയും തമ്മിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇറാനും കുവൈറ്റുമായിട്ട് എന്താ ശത്രുത? എന്താ ഇറാനും ലെബനോനുമായിട്ട് ശത്രുതയുണ്ടോ? ലെബനോൻ്റെ കൂടെ ഇറാൻ കൂടുകയാണ്. അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ വരണ്ട. ഇതെല്ലാം അങ്ങനെ എല്ലാവരും യുദ്ധത്തെ നമ്മൾ കാണുമ്പോൾ നമ്മളിവിടെ ഇസ്ലാമാണ്, അതുകൊണ്ട് അവിടെ ഇസ്ലാമിനെ സഹായിക്കണം. ആ വാദം ശരിയല്ല. ആ രാജ്യത്തെ പ്രശ്നങ്ങൾ വേറെയാ. ഇവിടെ ഹിന്ദു ആയത്തുള്ള അലി ഖമേനി ചത്തപ്പോ ഇവിടെ കേരളത്തിൽ മാത്രം കേരളത്തിൽ നിലവിളിക്കുകയായിരുന്നു. 2 സംഭവങ്ങൾ പറയാം. അവിടെയുള്ള പെൺപിള്ളേരെ സിഗരറ്റ് കത്തിച്ചുകൊണ്ട് ഇയാളുടെ ഫോട്ടോ എടുത്ത് കത്തിച്ചു കളയുന്ന ദൃശ്യങ്ങളാണ്. അബ്ദുൽ നാസർ മദനിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ബന്ധമുണ്ടായ ഏക സംസ്ഥാനം കേരള. ഇന്ത്യയിൽ വേറെ എങ്ങും ഉണ്ടായില്ല. അതുപോലെ ജയേന്ദ്ര സരസ്വതി എന്ന് പറഞ്ഞ ഒരു ശങ്കരാചാര്യരുടെ പ്രതിപുരുഷൻ എന്ന് പറഞ്ഞ ഒരാളെ, ഒരു സ്വാമിയെ അറസ്റ്റ് ചെയ്തപ്പോഴും ജയലളിത തമിഴ്നാട്ടിൽ അറസ്റ്റ്, ഇത് രണ്ടും ജയലളിത തമിഴ്നാട്ടിൽ ചെയ്യുന്നത്, അറസ്റ്റ് ചെയ്തപ്പോഴും സമരവും ബഹളവും നടത്തിയ ഏക സംസ്ഥാനം കേരള. കാരണം ഇവിടെ ഇതില്ല. ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം അതിനെ കാണിച്ചും ജയേന്ദ്ര സരസ്വതിയെ കാണിച്ചും കേരളത്തിൽ ആ വർഗീയമായ ലെവലിലേക്ക് കാര്യങ്ങളെ വളർത്തിയെടുക്കാൻ 2 വിഭാഗം ശ്രമിച്ചു. അതിൽ കേരളത്തിൽ ആരും വിജയിച്ചില്ല. അത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സൈക്കതാണ്. അപ്പോൾ മതേതരത്തെ ഒരു രാജ്യത്തെ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ ഇവിടെ സേഫായിട്ട് നിൽക്കുന്നത് ഈ മതേതര കൺസെപ്റ്റ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണെന്നും ഈ മതേതര കൺസെപ്റ്റിനെ തകർക്കണം എന്ന് ചൈന ആഗ്രഹിക്കുന്നുണ്ട്, പാകിസ്ഥാൻ അങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം ആഗ്രഹിക്കുക. ഈ മതേതരത്വം ഇപ്പം എന്താണ് ഒരു ദിവസം രാത്രി കൂട്ടിച്ചേർത്ത മതേതരത്വം അല്ല ഇന്ത്യയുടെ മതേതരത്വം. അങ്ങനെയല്ല. അത് എത്രയോ തലമുറകളായി നൂറ്റാണ്ടുകളായി സാറ് പറഞ്ഞ പോലെ ഈ സൈക്കിൾ തന്നെ, ഇന്ത്യൻ സിവിലൈസേഷന്റെ സൈക്കിൾ തന്നെ ഈ മതേതരത്വം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എല്ലാവരെയും ഉൾക്കൊള്ളുക, മതനിരപേക്ഷത എന്ന് പറയുന്ന ഒരു ഇതെല്ലാം പല വ്യത്യസ്തതകൾ ഉണ്ടെങ്കിലും ഇതെല്ലാം കൂടിച്ചേരുന്നത് ഒരൊറ്റ ബിന്ദുവിലാണ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അടിയുറച്ചുണ്ട് എന്നുള്ളതാണ്. ഭരണകൂടം പക്ഷം പിടിക്കാതിരിക്കുക, ഒരു മതത്തിന്റെ ഭാഗത്ത് നിൽക്കാതിരിക്കുക. മതം, വിശ്വാസം, ആചാരം, ദൈവം, ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ വീടുകളുടെ ശക്തിപ്രകടനത്തിന് മാർഗമാക്കരുത്. എൻ്റെ മതത്തിൽ 100 പേരുണ്ട്, ആ 100 പേരെ കൊണ്ട് വഴി ജാഥ നടത്താൻ പറ്റും. അപ്പുറത്തെ മതത്തിൽ 110 പേരുണ്ട്. അപ്പോൾ ശക്തിപ്രകടനത്തിൻ്റെ സ്റ്റേജിലേക്ക് ആത്മീയ വിഷയങ്ങളെ കൊണ്ടുപോകുമ്പോൾ അവിടെ സംഘർഷം വരും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിനെ ചെറുക്കാൻ പറ്റണമെങ്കിൽ ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ മുമ്പിലുള്ളത് തുർക്കി എന്ന് പറയുന്ന രാജ്യമാണ്. കമൽ പാഷയുടെ കാലത്ത് സെക്കുലർ രാജ്യമാക്കി മാറ്റി, ജനാധിപത്യം ഉണ്ടായി കുറേയൊക്കെ. പക്ഷെ പിന്നീട് ആ ഗവൺമെൻറ് പോയിട്ട് പിന്നീട് വന്ന എർദോഗൻ, ഇപ്പോൾ അയാളെ പ്രസിഡന്റ് അവിടെ, ജനാധിപത്യം പേരിനേ ഉള്ളൂ. ഇസ്ലാമിക വൽക്കരിക്കപ്പെട്ടു ശരിക്കും. അത് അങ്ങനെ പുറകോട്ട് പുരോഗതി ഉണ്ടാകുന്ന രാജ്യങ്ങളുണ്ട്. പക്ഷേ ടർക്കി ഇന്ന് അമേരിക്കയ്ക്ക് എതിരായി ഒരു അക്ഷരം പോലും പറയാൻ പറ്റാത്ത അടിമത്തത്തിൻ്റെ രാജ്യം കൂടിയായി. നാറ്റോയിൽ ചേരേണ്ടി വന്നു. കാരണം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നമുക്കങ്ങനെ വേണ്ടി വന്നിട്ടില്ല. മതേതരത്വം പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ ഓർത്തു, നമ്മൾ ചേരിചാരനായ പുറമെയെങ്കിലും പറയുന്നുണ്ട്, ഒരു പക്ഷത്തും ചേർന്നിട്ടില്ല. അത് മതേതരത്വത്തിൻ്റെ സംഭാവനയാണ്. അത് ഗാന്ധിയുടെ സംഭാവനയാണ്. നെഹ്റുവിൻ്റെ ഞാൻ പറയും, ഗാന്ധിയുടെ സംഭാവനയാണ്. കാരണം ഇന്ത്യയിൽ നിന്നും ഇപ്പം തർക്കമുള്ള മുസ്ലിങ്ങൾ അങ്ങോട്ട് പോയി എന്ന് വേണമെങ്കിൽ പറയാം. മുസ്ലിം ഐഡന്റിറ്റി വേണ്ടവർ വേണമെങ്കിൽ പാകിസ്ഥാൻ പോകാൻ അവസരം ഉണ്ടായിരുന്നില്ലേ? അവരെന്തുകൊണ്ട് ഇവിടെ പിന്നെയും നിന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ള ചോദ്യം ചോദിക്കാം. തലമുറകളായിട്ട് മുസ്ലിങ്ങളായിരുന്നില്ല, എന്നിട്ട് എന്തുകൊണ്ട് മുസ്ലിങ്ങൾ? പക്ഷെ മറിച്ച് അതിൻ്റെ ഇവിടെ മുസ്ലിങ്ങൾ പാകിസ്ഥാനിൽ പോയതിനേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ നിൽക്കാനുള്ള കാര്യം ഗാന്ധിജിയും ഈ മതേതര സങ്കല്പമാണ്. അത് മറക്കരുത്. പക്ഷെ അതിനെ തകർക്കാൻ 2 കൂട്ടത്തിൽ ഇവിടെ ഇന്ത്യ തകരണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഇവിടുത്തെ സെക്കുലറിസം തകരണം എന്ന് ആഗ്രഹിക്കുന്നത്. എന്നാലേ ജനങ്ങൾ തെരുവിലിറങ്ങുള്ളൂ. ഇപ്പൊ മണിപ്പൂരിൽ കാണാമല്ലോ നമുക്ക് സെപ്പറേറ്റിസം വേണം. അതിനാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, വിഘടനവാദം. ആ ശ്രമത്തെ പരാജയപ്പെടുക എന്നുള്ളത് എല്ലാ സാംസ്കാരിക പ്രവർത്തകർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും അത്യാവശ്യമാണ്. അതിനെ മറികടന്നാൽ ഇന്ത്യയും ഒരു സിറിയ പോലെയോ ഈജിപ്ത് പോലെയോ രാജ്യമായിട്ട് മാറും. അത്രേ ഉള്ളൂ. അതായത് കേരളവും തമിഴ്നാടും അടി ചെയ്യുക, തമിഴ്നാടും ഉത്തർപ്രദേശും അടി ചെയ്യുക, ഉത്തർപ്രദേശും ഉത്തരാഖണ്ഡും തമ്മിൽ അടി ചെയ്യുക. ഇങ്ങനെ ഇവർ ഈ ജില്ലകൾ ഒക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബിട്ട് കളിക്കുക. കേരളം തമിഴ്നാട്ടിൽ ബോംബിടുന്നു, തമിഴ്നാട് കേരളത്തിൽ ബോംബിടുന്നു, തമിഴ്നാട് കൊണ്ടുപോയിട്ട് ഗുജറാത്തിൽ ബോംബിടുന്നു, ഗുജറാത്ത് വന്നിട്ട് ഉത്തരാഖണ്ഡിൽ ബോംബിടുന്നു. ഇങ്ങനെ ബോംബിട്ട് കളിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ ഇന്ത്യ ആയി തീരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിനെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള മാർഗം ഇതേ ഉള്ളൂ.
അപ്പൊ സാറ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് എന്താ, എല്ലാവരും അവരവരുടെ ഐഡന്റിറ്റികളിൽ, ഈ മതപരമായ ഐഡന്റിറ്റികളിലേക്ക് മാത്രം ചുരുങ്ങുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഐക്യ സങ്കല്പം തകരില്ല. ഇന്ത്യ എന്ന് പറഞ്ഞാൽ മാനവിക സംസ്കാരത്തിന്റെ ഐഡന്റിറ്റി, ഇന്ത്യയുടെ വ്യക്തിയുടെ അല്ല, മതത്തിന്റെ അല്ല, ജാതിയുടെ അല്ല, മാനവിക സംസ്കാരത്തിന്റെ ഐഡന്റിറ്റി. ലോക സമസ്ത സൂനോ ഭവന്തു, ലോകത്തിന് മുഴുവൻ നന്ദി വരുന്ന പറയുന്നത്. അതുകൊണ്ട് എൻ്റെ മതത്തിൽ വിശ്വസിക്കുന്നത് മാത്രം നന്മ മതി എന്നല്ല പറയുന്നത്. അത് പറയുമ്പോൾ പ്രശ്നമായി, ബാക്കിയുള്ളവരെ കാഫിറായിട്ട് കാണുമ്പോൾ പ്രശ്നമായി. അങ്ങനെ എല്ലാവരും അങ്ങനെയല്ല. മുസ്ലിങ്ങളിൽ തന്നെ ഇതിനൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഇത്ര വാശിയോടെ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് 10% പോലും കാണിയല്ല. ശരി, 1% മുസ്ലിങ്ങളിൽ എന്താണ്, ഏതാണ്ട് 1% മാത്രമേ അത്തരത്തിലുള്ള സ്വഭാവമുള്ളൂ. പക്ഷെ അത് നാളെ ആ ശതമാനങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ ശതമാനത്തിന് അപ്പർ ഹാൻഡ് കിട്ട് ജയിക്കാൻ പോകുന്നു എന്നുള്ള തോന്നലുണ്ടാകുമ്പോൾ ധാരാളം മുസ്ലിങ്ങൾ അതിന് പോകും. ഇപ്പൊ പലരും പാകിസ്ഥാനിലെ ചില നെറികെട്ടവന്മാരെ ഇവരുടെ വൃത്തികേടുകളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ, ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്കെതിരാകും. അല്ല, അത് മുസ്ലിങ്ങൾക്കെതിരാണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നത്. അത് ക്രിക്കറ്റ് തോൽപ്പിച്ചാൽ ഒരു 6 അടിച്ചാൽ മതി. പാകിസ്ഥാൻ ടീമിനെതിരായിട്ട് ഒരു 6 അടിച്ചാൽ തെന്തൽക്കെട്ടുകൾ ഗാലറി നേറ് കിട്ടും. അത്രേ ഉള്ളൂ. അവിടെയാണ് നമ്മുടെ മതേതരത്വം എന്നുള്ള കൺസെപ്റ്റ് തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളുണ്ട്. അവരെ തിരിച്ചറിയാൻ ജനാധിപത്യ ബോധമുള്ളവർക്ക് സാധിക്കണം. ഇപ്പോൾ ഈ മതേതരത്വം, നമ്മുടെ ഒരു മതേതരത്വത്തെ തകർക്കാൻ ശ്രമിച്ചവര് തന്നെയാണ് ഇപ്പൊ ഈ RSS സർസംഘചാലക് മോഹൻ ബാഗുവിന്റെ ട്രെയിനിന് നേരെ അദ്ദേഹം നേരെ കല്ലെറിഞ്ഞത് ആയിരിക്കാമെന്ന് നമുക്ക് അനുമാനിക്കാം. ഇത് നാളെ വ്യാഴാഴ്ച അല്ല, നാളെ അവിടെ ഒരു പ്രകടനം നടത്തി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് 7:20 ഈ കാൺപൂരിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്ര. എക്സ്പ്രസ് ഫിറോസാബാദ് ജില്ലയിലെ മഖൻപൂർ സ്റ്റേഷന് സമീപമാണ് ഈ സംഭവം ഉണ്ടായത്. കല്ലേറിൽ മോഹൻ ഭാഗവത് ഇരുന്ന EI കോച്ചിന്റെ ജനൽ ചില്ലുകൾ, അതെ, E1 കോച്ചിന്റെ ജനൽ ചില്ലുകൾ തകർന്നുവെങ്കിലും അദ്ദേഹത്തിന് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അതിൽ നിരാശപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അദ്ദേഹത്തിന് പരിക്കേറ്റില്ല എന്നുള്ളതിൽ. കല്ലേറ് നടന്ന വശത്തിന് വിപരീത ദിശയിലുള്ള സീറ്റിലായിരുന്നു മോഹൻ ഭാഗവത് ഇരുന്നത്. ഇതിനാലാണ് വലിയൊരു അപകടം ഒഴിവായത്. ഇതിനിട്ട് കല്ലെറിഞ്ഞ പ്രതീക്ഷിക്കുന്ന വേറൊരു കാര്യങ്ങളുണ്ട്. അല്ല, ഊർജിതമായിട്ടുള്ള അന്വേഷണം ഇപ്പം നടന്നിരിക്കുന്നു. ഇതിനകത്തൊരു പ്രശ്നം കൂടെ പറയാം. ഈ മോഹൻ ഭാഗവത് പോകുന്നത് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ മനഃപൂർവ്വമാണെങ്കിൽ ഒരു കാര്യമുണ്ട്. ഈ കല്ലെറിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നത് ഡൽഹി ഇമാം പോകുന്ന ട്രെയിനിട്ടും നമ്മൾ ഹിന്ദുക്കളാരെങ്കിലും കല്ലെറിയണം, അല്ലെ ഇവർ തന്നെ അറിയും ഹിന്ദുക്കളാന്ന് പറഞ്ഞാൽ മാഷാള്ള സ്റ്റിക്കർ മാർക്സിസ്റ്റ് പാർട്ടി ഒട്ടിച്ചു പോയാൽ എന്നാലേ അവർ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുകയുള്ളൂ. ഇതിന്റെ പേരിൽ ഒരു വർഗീയ കലാപം ഉണ്ടാക്കുക. മോഹൻ ഭാഗവതിനെ കൊല്ലാൻ ശ്രമിച്ചത് ആരായിരിക്കും? കൊല്ലാൻ ശ്രമിച്ചതാണെന്ന് ഞാൻ പറയല്ല, അങ്ങനെയും പറയാം. അങ്ങനെയും പറയാമെങ്കിൽ ആരായിരിക്കും? ഇപ്പം മോഹൻ ഭാഗവതിനെ കൊന്നിട്ട് ലാഭമുള്ളത് ഇവിടുത്തെ തീവ്രവാദികൾക്ക് ലാഭമുണ്ട്. പിന്നെ ആർക്കും താല്പര്യമുണ്ട് ഇവിടെ ഇന്ത്യ മഹാരാജ്യം ഇതേ രീതിയിൽ നിൽക്കുന്ന വിദേശ ശക്തികൾക്ക്, ഇഷ്ടപ്പെടാത്ത വിദേശ ശക്തികൾക്ക്, ചൈനയ്ക്കോ പാകിസ്ഥാനൊക്കെ താല്പര്യമുണ്ടാവും. യഥാർത്ഥത്തിൽ മോഹൻ ഭാഗവതിന്റെ കാര്യം പറയുമ്പം മോദിയെക്കാളും, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കാളും പവർ ഉണ്ട് യഥാർത്ഥത്തിൽ RSS സർസംഘചാലകനായിട്ടുള്ള മോഹൻ ഭാഗവത് പറയുന്ന ഒരുപാട് പേരുണ്ട്. അമേരിക്കയേക്കാൾ പവർ മാർപ്പാപ്പയ്ക്കുണ്ട്. അമേരിക്കയേക്കാൾ ശക്തി തീർച്ചയായിട്ടും മാർപ്പാപ്പയ്ക്കുണ്ട്. അപ്പം സാറ്, ഞാൻ നിർത്തുമ്പോൾ ഒന്നും കൂടി ചോദിക്കുകയാണ്, ആരാണ് നമ്മുടെ മതേതരത്വം, മതനിരപേക്ഷത നിലനിൽക്കണം, അതിന് വിഘാതം സൃഷ്ടിക്കുന്ന ആരാണ് യഥാർത്ഥത്തിൽ? ഇനി വരുന്ന ഒരു 5 വർഷം, മിനിമം 5 വർഷത്തിനുള്ള കാലാവസ്ഥ ആ വിഘാതം സൃഷ്ടിക്കുന്നവരാരാണ് ഇന്ത്യൻ ജനം തിരിച്ചറിയും. ഇപ്പോൾ കേരളത്തിലൊക്കെ ഇലക്ഷനൊക്കെ ജനങ്ങൾ തന്നെ വോട്ട് ചെയ്യുന്ന ഇലക്ഷനായി തോന്നുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനത്തെക്കാൾ കൂടുതൽ ജനങ്ങൾ സത്യം കണ്ടുപിടിച്ച് വോട്ട്. അപ്പോൾ ജനങ്ങൾ ആ സത്യം കണ്ടുപിടിക്കുകയും അത്തരം ശക്തികളെ ഇല്ലാതാക്കുകയും ചെയ്യും. ഇപ്പം ഡൽഹിയിൽ നിന്നും അങ്ങനെ പ്രകടനം നടത്താൻ ആളെ കിട്ടുന്നില്ല, അത് വേറെ കാര്യം. CJP വന്നിട്ടും ക്ലിക്കായില്ല. ഇത്തരത്തിലുള്ള ഈ വിഘടനവാദികൾ അല്ലെങ്കിൽ ഈ മതേതരത്വം തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശക്തികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇന്ത്യ എന്ന് പറയുന്ന തീവ്ര ദേശീയത വേറൊരു കാര്യം. ദേശീയതയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അഭിമാനിക്കാൻ പാടില്ല. ഇന്ത്യക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കൈയടിക്കാൻ പാടില്ല. ഇന്ത്യയുടെ റാഫേൽ വിമാനങ്ങൾ 5 എണ്ണം തകർന്നു വീണു എന്ന് പറയുമ്പോൾ ഒരു വാർത്തയാണ്. നമ്മൾ സന്തോഷിക്കണം. നാണമില്ല, ഇന്ത്യയുടെ റാഫേൽ വിമാനം തകർന്നു വീണല്ലോ. അങ്ങനെയുള്ള ഇന്ത്യയിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് പറയുമ്പോൾ അതിനെ പൊലിപ്പിച്ച് കാണിക്കണം. ഇങ്ങനെയുള്ള ആളുകളൊക്കെ യഥാർത്ഥത്തിൽ ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളാണ്. ഒറ്റ ചോദ്യമുള്ളൂ, അവരെന്തുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ മതവിശ്വാസത്തിന് പൊരുത്തപ്പെട്ട വേറെ രാജ്യങ്ങളുണ്ട്, അങ്ങോട്ട് എന്തുകൊണ്ട് പോകുന്നില്ല എന്നുള്ളത് ഇത് വേണം നാളെ വേറൊരു എപ്പിസോഡായിട്ട് നമുക്ക് ചർച്ച ചെയ്യാവുന്ന വിഷയമാണ്. അതിന് നല്ലൊരു ടോപ്പിക്കായിരിക്കും, എന്തുകൊണ്ട് പോകുന്നില്ല എന്നുള്ള ചോദ്യമുണ്ട്.
ഇഷ്ടംപോലെ രാജ്യങ്ങളുണ്ടല്ലോ. അത് നാളെ ചർച്ച ചെയ്യാവുന്ന വിഷയം.